ഒരു PSC ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറുകൾ ചെയ്യുക എന്ന് പറയുന്നത് മുന്നോട്ടുള്ള പരീക്ഷകൾക്ക് വളരെ പ്രയോജനപ്രദമായിട്ടുള്ള ഒരു സംഗതിയാണ്. 2021 മുതൽ 23 വരെ ഉള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമുക്ക് ചെയ്തു നോക്കാം. ചോദ്യം 1. മലയാളം മിഷൻ ഇപ്പോഴത്തെ ഡയറക്ടർ? ആൻസർ മുരുകൻ കാട്ടാക്കട. മുരുകൻ കാട്ടാക്കട. മലയാളം മിഷന്റെ അധ്യക്ഷൻ കേരള മുഖ്യമന്ത്രിയാണ്. മലയാളം മിഷന്റെ വെബ് മാഗസിൻ പൂക്കാലം. മലയാളം മിഷന്റെ മുഖമാസിക ഭൂമി മലയാളം. മുഖമാസിക ഭൂമി മലയാളം, വെബ് മാഗസിൻ പൂക്കാലം. കെ-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്? ചോദ്യം 2. കെ-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്? ആൻസർ 2020-21. 2020-21 കാലഘട്ടത്തിലാണ് കെ-ഫോൺ പദ്ധതി പ്രഖ്യാപിക്കപ്പെട്ടത്. കെ-ഫോൺ എന്നാൽ കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്കാണ് കെ-ഫോൺ. കേരള ഫൈബർ ഒപ്റ്റിക് നെറ്റ്വർക്ക്. കെ-ഫോൺ നടപ്പാക്കുന്നത് KSEBയും സംസ്ഥാന IT ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡും ചേർന്നാണ് കെ-ഫോൺ നടപ്പാക്കുന്നത്. ഇതിനുദ്ദേശിക്കുന്ന ചെലവ് ഏകദേശം 1500 കോടി രൂപയാണ്. ചോദ്യം 3. പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല? പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല? ആൻസർ ആലപ്പുഴ. ആലപ്പുഴയാണ് പശ്ചിമഘട്ടം കടന്നു പോകാത്ത ജില്ല. പശ്ചിമഘട്ട പരിസ്ഥിതി വിജ്ഞാന വിദഗ്ധ സമിതി എന്നറിയപ്പെടുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. പശ്ചിമഘട്ട പരിസ്ഥിതി വിജ്ഞാന വിദഗ്ധ സമിതി എന്നറിയപ്പെടുന്നത് മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റിയാണ്. ചിത്രകൂടൻ ശരപക്ഷികൾ കാണപ്പെടുന്നത് പശ്ചിമഘട്ടത്തിലാണ്. ഉമിനീർ ഗ്രന്ഥികളുള്ള പക്ഷികളാണ് ചിത്രകൂടൻ ശരപക്ഷികൾ. ചോദ്യം 4. റിപ്പോ നിരക്ക് എന്നാൽ? റിപ്പോ നിരക്ക് എന്നാൽ എന്താണ്? ആൻസർ റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശയാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്ന് ഈടാക്കുന്ന പലിശ, അതാണ് റിപ്പോ നിരക്ക്. റിസർവ് ബാങ്ക് മറ്റു ബാങ്കുകളിൽ നിന്നും സ്വീകരിക്കുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശയാണ് റിവേഴ്സ് റിപ്പോ. മറ്റു ബാങ്കുകളിൽ നിന്നും റിസർവ് ബാങ്ക് സ്വീകരിക്കുന്ന വായ്പകൾക്ക് നൽകുന്ന പലിശ, അതാണ് റിവേഴ്സ് റിപ്പോ. ചോദ്യം 5. കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി? കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി? ആൻസർ JICA. JICA ആണ് കേരളിന് സാമ്പത്തിക സഹായം നൽകുന്ന ഏജൻസി. JICAയുടെ പൂർണ്ണരൂപം ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസിയാണ്. JICA, ജപ്പാൻ ഇന്റർനാഷണൽ കോർപ്പറേഷൻ ഏജൻസി. സംസ്ഥാന ഗവൺമെന്റ് പദ്ധതിയായ സിൽവർ ലൈനിന്റെ നിർമ്മാണ ചുമതല വഹിക്കുന്ന കമ്പനിയാണ് കേരയിൽ എന്ന് പറയുന്നത്. സിൽവർ ലൈൻ പദ്ധതിയുടെ ഗേജ് സ്റ്റാൻഡേർഡ് ഗേജ് ആണ്. 1.435 മീറ്റർ ആണ് സ്റ്റാൻഡേർഡ് ഗേജ്. ചോദ്യം 6. ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്? ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്? ആൻസർ മജൂലി. മജൂലിയാണ് ഇന്ത്യയിലെ ഏറ്റവും വലിയ നദീദ്വീപ്. മജൂലി ദ്വീപ് സ്ഥിതി ചെയ്യുന്ന നദി ബ്രഹ്മപുത്ര, അസമിലാണ്. 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം? ആൻസർ ബംഗാൾ. ബംഗാളാണ് 3 അയൽരാജ്യങ്ങളുമായി അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനം. ഏറ്റവും കൂടുതൽ രാജ്യാന്തര അതിർത്തിയുള്ള ഇന്ത്യൻ സംസ്ഥാനവും ബംഗാളാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനാണ്. അന്താരാഷ്ട്ര അതിർത്തി പങ്കിടുന്ന ഏറ്റവും വലിയ സംസ്ഥാനം രാജസ്ഥാനും ചെറിയ സംസ്ഥാനം സിക്കിമുമാണ്. ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം? ആൻസർ ഇന്ദിരാ പോയിന്റ്. ഇന്ദിരാ പോയിന്റ് ആണ് ഭൂമധ്യരേഖയോട് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ ഭൂപ്രദേശം. ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ഏതാണെന്ന് ചോദിച്ചാൽ മുൻപ് ചെന്നൈ ആയിരുന്നു ആൻസർ. ഇപ്പോൾ ബാംഗ്ലൂരാണ്. ബംഗളൂരു ആണ് ഇപ്പോൾ ഭൂമധ്യരേഖയ്ക്ക് ഏറ്റവും അടുത്ത് സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം എന്ന് ചോദിച്ചാൽ ബംഗളൂരു ആണ്. ഓപ്ഷനിൽ ബാംഗ്ലൂരു ഇല്ല എങ്കിൽ മാത്രമേ ഉത്തരം ചെന്നൈ ആവത്തുള്ളൂ. ഇല്ലെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ആൻസർ ബാംഗ്ലൂരാണ് കറക്റ്റ് ആൻസർ. ഭൂമധ്യരേഖയുടെ ഏറ്റവും അകലെ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യൻ മെട്രോപൊളിറ്റൻ നഗരം ന്യൂഡൽഹിയാണ്.
ഉത്തരായന രേഖയ്ക്ക് അടുത്തുള്ള മെട്രോപൊളിറ്റൻ സിറ്റി ഏതാണെന്ന് ചോദിച്ചാൽ കൊൽക്കത്തയാണ് ആൻസർ. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. ജറവ ആദിമ നിവാസികൾ വസിക്കുന്ന സ്ഥലം. ആൻസർ നോർത്ത് സെന്റിനറി ദ്വീപാണ്. നോർത്ത് സെന്റിനറി ദ്വീപ്. ത്രിപുരയിലെ ഗോത്രവർഗക്കാരുടെ കേന്ദ്രമായ മലയാണ് ജാംപൂയ് മല. ജാംപൂയ് മല ത്രിപുരയിലെ ഗോത്രവർഗക്കാരുടെ കേന്ദ്രമായിട്ടുള്ള മലയാണ്. കാർബികൾ എന്ന വർഗ്ഗക്കാരെ കണ്ടുവരുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് അസം. കാർബികൾ എന്ന വർഗ്ഗക്കാർ കണ്ടുവരുന്നത് അസമിലാണ്. ബിർഹോർ എന്ന ആദിവാസികൾ കാണപ്പെടുന്ന സംസ്ഥാനം ജാർഖണ്ഡ് ആണ്. ബിർഹോർ എന്ന ആദിവാസികൾ കാണപ്പെടുന്നത് ജാർഖണ്ഡ്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റിൽ ഒരു ഇന്നിംഗ്സിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയത്. ആൻസർ മിതാലി രാജ്. മിതാലി രാജ്. വനിതാ ഏകദിന ക്രിക്കറ്റിൽ 10,000 ബോളുകൾ എറിഞ്ഞ ആദ്യ താരമാണ് ജുലൻ ഗോസ്വാമി. 10,000 ബോളുകൾ വനിതാ ഏകദിന ക്രിക്കറ്റിൽ എറിഞ്ഞ ആദ്യ താരമാണ് ജുലൻ ഗോസ്വാമി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി. ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ബംഗാൾ വിഭജനവുമായി ബന്ധപ്പെട്ട വൈസ്രോയി. ബംഗാൾ വിഭജന സമയത്തെ സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ്സ് വില്യം സെന്റ് ജോൺ ബ്രോഡിക്കാണ്. ബംഗാൾ വിഭജനത്തെ എതിർത്തുകൊണ്ട് ബലത്തെ ബലം കൊണ്ട് തന്നെ എതിർക്കണമെന്ന് ആഹ്വാനം ചെയ്ത പത്രമാണ് യുഗാന്തർ. നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം. ആൻസർ ന്യൂഡൽഹി. ന്യൂഡൽഹിയാണ് നീതി ആയോഗിന്റെ ആസ്ഥാനം. നീതി ആയോഗിന്റെ ആസ്ഥാനം അറിയപ്പെടുന്നത് യോജന ഭവൻ എന്നാണ്. യോജന ഭവൻ. നീതി ആയോഗിന്റെ സമ്മേളനങ്ങൾ അറിയപ്പെടുന്നത് ടീം ഇന്ത്യ മീറ്റിംഗ് എന്നാണ്. ടീം ഇന്ത്യ മീറ്റിംഗ്. ആദ്യ സമ്മേളനം നടന്നത് 2015 ഫെബ്രുവരി 8-നാണ്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ആൻസർ ഇന്ത്യ. ഇന്ത്യയിലാണ് സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. സ്റ്റാച്യു ഓഫ് യൂണിറ്റി അഥവാ ഏകതാ പ്രതിമ, അതിന്റെ ശില്പി എന്ന് പറയുന്നത് റാം വി സുധർ ആണ്. റാം വി സുധർ. സ്ഥിതി ചെയ്യുന്ന ഗ്രാമം കെവാഡിയാണ്. ഗുജറാത്തിലെ കെവാഡിയ ഗ്രാമത്തിലാണ് ഏകതാ പ്രതിമ അല്ലെങ്കിൽ സ്റ്റാച്യു ഓഫ് യൂണിറ്റി സ്ഥിതി ചെയ്യുന്നത്. ഉദ്ഘാടനം ചെയ്തത് 2018 ഒക്ടോബർ 31-നാണ്. ഇതിന്റെ ഉദ്ഘാടന ചടങ്ങ് ബഹിഷ്കരിച്ച ആദിവാസി വിഭാഗമാണ് താഡ്വി. ഏകതാ പ്രതിമയുടെ അടിസ്ഥാനം മുതലുള്ള ഉയരം എന്ന് പറയുന്നത് 240 മീറ്റർ അല്ലെങ്കിൽ 790 അടിയാണ്. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. നിർദ്ദിഷ്ട സിൽവർ ലൈൻ പദ്ധതിയിൽ ഉൾപ്പെടാത്ത ജില്ല. ആൻസർ പാലക്കാട്. പാലക്കാടാണ് ആൻസർ. സിൽവർ ലൈൻ പദ്ധതി കടന്നു പോകാത്ത ജില്ലകൾ പാലക്കാട്, ഇടുക്കി, വയനാട് എന്നിവയാണ്. പാലക്കാട്, ഇടുക്കി, വയനാട്. സിൽവർ ലൈൻ കടന്നു പോകുന്ന ജില്ലകളുടെ എണ്ണം 11 ആണ്. ആകെ നീളം 529.45 കിലോമീറ്റർ ആണ്. ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്താണ്? ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ എന്നത് എന്താണ്? ആൻസർ ദേശീയ പാതാ പദ്ധതിയാണ് ഗോൾഡൻ ക്വാഡ്രിലാറ്ററൽ. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്. ജിന്ന ഇന്ത്യ വിഭജനം സ്വാതന്ത്ര്യം എന്ന ഗ്രന്ഥം രചിച്ചത്. ആൻസർ ജസ്വന്ത് സിംഗ്. ജസ്വന്ത് സിംഗ്. ജസ്റ്റിസ് ഫോർ ദ ജഡ്ജ് എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയി ആണ്. കമലാസ് വേ എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ഡാൻ മൊറൈൻ ആണ്. അതിന്റെ മലയാളം വിവർത്തനം ചെയ്തത് എം ലീലാവതിയാണ്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. വാഗൺ ട്രാജഡി നടന്ന റെയിൽ റൂട്ട്. ആൻസർ തിരൂർ പോത്തന്നൂരാണ്. തിരൂർ പോത്തന്നൂർ. വാഗൺ ട്രാജഡി സ്മാരക മന്ദിരം സ്ഥിതി ചെയ്യുന്നത് കുരുവമ്പലം, മലപ്പുറം ജില്ലയിലെ കുരുവമ്പലത്താണ്. വാഗൺ ട്രാജഡി ദുരന്തം നടക്കുമ്പോൾ തിരുവിതാംകൂർ മഹാരാജാവ് ശ്രീമൂലം തിരുനാളാണ്. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. ആൻസർ ഫ്രാങ്കോ രാഘവൻ പിള്ള. ഫ്രാങ്കോ രാഘവൻ പിള്ളയാണ് കടയ്ക്കൽ വിപ്ലവം നയിച്ചത്. കടയ്ക്കൽ വിപ്ലവം നടന്നത് 1938 സെപ്റ്റംബർ 29-നാണ്. കടയ്ക്കൽ വിപ്ലവത്തിന്റെ ജാഥ ക്യാപ്റ്റൻ ബി ഡി വേലു ആയിരുന്നു. ബി ഡി വേലു.
കടക്കൽ വിപ്ലവത്തെ തുടർന്ന് കടക്കൽ രാജാവെ അവരോധിച്ചത് ഫ്രാങ്കോ രാഘവൻപിള്ളയായിരുന്നു. കടക്കൽ രാജാവിന്റെ മന്ത്രിയായി നിയമിതനായത് കാളിയമ്പിയാണ്. കാളിയമ്പി. കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത്? കണ്ണീരും കിനാവും എന്ന ആത്മകഥ ആരുടേത്? ആൻസർ വി.ടി. ഭട്ടതിരിപ്പാട്. വി.ടി. ഭട്ടതിരിപ്പാടിൻ്റെതാണ് കണ്ണീരും കിനാവും. ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത്? ബാണാസുര സാഗർ അണക്കെട്ടുമായി ബന്ധമുള്ളത്? ആൻസർ കാവേരി. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. ഏഷ്യയിലെ രണ്ടാമത്തെ വലിയ മണൽ അണക്കെട്ടാണ് ബാണാസുര സാഗർ അണക്കെട്ട്. കല്ലുകൊണ്ട് നിർമ്മിച്ച ഏറ്റവും വലിയ അണക്കെട്ട് നാഗാർജുന സാഗർ അണക്കെട്ടാണ്. തെലങ്കാനയിലാണുള്ളത്. ഭരണഘടനാ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത്? ഭരണഘടനാ ആർട്ടിക്കിൾ 25(1) ബന്ധപ്പെട്ടത്? ആൻസർ മതസ്വാതന്ത്ര്യം. ആൻസർ മതസ്വാതന്ത്ര്യം. മതസംഘടനകളെ നികുതി നൽകുന്നതിൽ നിന്നും ഒഴിവാക്കുന്ന വകുപ്പാണ് അനുച്ഛേദം 27. അനുച്ഛേദം 27. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ഇന്ത്യൻ വംശജരുടെ പൗരത്വത്തെക്കുറിച്ച് പരാമർശിക്കുന്ന വകുപ്പ് അനുച്ഛേദം 8. ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര? ഭരണഘടന പ്രകാരം മൗലിക കർത്തവ്യങ്ങൾ എത്ര? ആൻസർ 11. ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത്? ഭാരത് സ്റ്റേജ് BS മലിനീകരണ നിയന്ത്രണ മാനദണ്ഡം നിലവിൽ വന്നത്? ആൻസർ 2000. മോട്ടോർ വാഹനങ്ങൾ പുറന്തള്ളുന്ന പുകവഴി ഉണ്ടാകുന്ന അന്തരീക്ഷ മലിനീകരണ തോത് കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ നിലവിൽ വന്ന നിയമമാണ് ഭാരത് സ്റ്റേജ്. 2017 ഇന്ത്യയിൽ നിലവിൽ വന്ന ഭാരത് സ്റ്റേജിന്റെ സ്റ്റാൻഡേർഡ് BS 4 ആണ്. BS 4. BS 6 ഇന്ത്യയിൽ നിലവിൽ വന്നത് 2020 ഏപ്രിൽ 1 BS 6 വാഹനങ്ങളിൽ ഉപയോഗിക്കുന്ന ഇന്ധനത്തിലെ സൾഫറിന്റെ അളവ് 10 mg/kg ആണ്. വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത്? വിവരാവകാശ നിയമപ്രകാരം ശരിയല്ലാത്തത്? ആൻസർ അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. അപേക്ഷകന്റെ പേര് വെളിപ്പെടുത്തൽ നിർബന്ധം. അപേക്ഷാ ഫീസ് 10 രൂപ, BPL ഉപഭോക്താക്കൾക്ക് ഫീസ് നൽകേണ്ടതില്ല എന്നിവ പ്രതിപാദിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 6. വിവരങ്ങൾ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കപ്പെട്ടവയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന വകുപ്പാണ് വകുപ്പ് 8. എല്ലാ പൗരന്മാർക്കും അറിയുവാനുള്ള അവകാശമുണ്ട് എന്ന് അനുശാസിക്കുന്ന വിവരാവകാശ നിയമത്തിലെ വകുപ്പാണ് വകുപ്പ് 3. മാനവ വികസന സൂചിക പ്രകാരം 2021 മാനവ വികസന സൂചിക പ്രകാരം ഇന്ത്യയുടെ സ്ഥാനം? ആൻസർ 131. 2023 ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85 ആണ്. ഹെൻലി പാസ്പോർട്ട് ഇൻഡെക്സിൽ ഇന്ത്യയുടെ സ്ഥാനം 85. ഇൻഡെക്സുകളിൽ ഇന്ത്യ എന്ന ഒരു ക്ലാസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. അത് പോയി കണ്ടു കഴിഞ്ഞാൽ റീസെൻ്റ് ആയിട്ടുള്ള ഇൻഡെക്സുകൾ നമുക്ക് ലഭിക്കുന്നതായിരിക്കും.